Hi all, welcome back to Career Win Updates. കേരള PSC ഇപ്പോൾ വിളിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില തസ്തികകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും SSLC അല്ലെങ്കിൽ +2 മിനിമം യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 തസ്തികകളെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താനും. അപ്പോൾ PSCയുടെ ഭാഗത്തു നിന്നുള്ള ഓരോ അപ്ഡേറ്റ്സുകളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തികകളിൽ SSLC അല്ലെങ്കിൽ +2 മാത്രം യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തസ്തികളെക്കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്യുവാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു 5 തസ്തിക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിലവിൽ 14 ജില്ലകളിലും നിരവധി വേക്കൻസികളുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തികളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി സീരിയൽ നമ്പർ 6, അതായത് ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ടർ ജനറൽ ജില്ലാടിസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട 40 പോസ്റ്റുകളിലെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന 5 പോസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമതായിട്ട് കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അതായത് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 527 എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഏത് ജില്ലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ല കൃത്യമായിട്ട് നിങ്ങൾ അത് തന്നെയാണ് കൊടുത്ത് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം അതിനുശേഷം നിങ്ങൾ കൺഫേം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് തിരുത്താൻ സാധിക്കില്ല. അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ പല ഉദ്യോഗാർത്ഥികൾക്ക് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തിക നോക്കുകയാണെങ്കിൽ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 14 ജില്ലകളിലും നിരവധി വേക്കൻസികളാണ് വരാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അക്കൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ 14 ജില്ലകളിലും വേക്കൻസിയുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഏജ് ലിമിറ്റ് നോക്കുക, ജസ്റ്റ് 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് SSLC യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിലവിൽ 36 വയസ്സ് വരെയുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും താഴെയുള്ള ഒരു പോസ്റ്റിൽ നിങ്ങൾ PSCയിൽ കയറി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫർ, അതേപോലെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള മറ്റു പല ടെസ്റ്റുകളും എഴുതി എത്രയും പെട്ടെന്ന് നമുക്ക് ഉന്നതമായിട്ടുള്ള പോസ്റ്റിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിലൊരു PSCയിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് നോക്കുക 527. ഇനി അതുപോലെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയോട് നോക്കാം. അതായത് കാറ്റഗറി നമ്പർ 740 പ്രധാനപ്പെട്ട മറ്റൊരു തസ്തിക. അതായത് 740 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, അതായത് ആംഡ് പോലീസ് ബറ്റാലിയനാണ്. നിലവിൽ 7 ജില്ലകളാണ് ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാറ്റഗറി നമ്പർ ഒരിക്കൽ നോക്കുകയാണെങ്കിൽ 740, അതായത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയാണ് ആംഡ് പോലീസ് ബറ്റാലിയൻ ഡിപ്പാർട്ട്മെൻറ്റ്. സാലറി നോക്കുക 31,100 മുതൽ 66,800 വരെ സാലറി ലഭിക്കുന്നതാണ്. നിലവിൽ ഇത്തരത്തിൽ 7 ജില്ലകളിലാണ്, അതായത് ട്രിവാൻഡ്രം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ഈ 7 ജില്ലകളിൽ നിരവധി വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഏജ് ലിമിറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 26 വയസ്സ് വരെയുള്ളവർക്കാണ് ഏജ് ലിമിറ്റ്. അതായത് ഇനി അതേപോലെ തന്നെ SC/ST അതായത് OBC-കാർക്ക് സാധാരണ രീതിയിലുള്ള ഇളവ് ലഭിക്കുന്നതായിരിക്കും ഏജ് ലിമിറ്റിൽ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ജസ്റ്റ് +2 ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹൈറ്റ്, വെയിറ്റ് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഹൈറ്റ് 168 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ. നോർമലി സ്വാഭാവികമായിട്ടും ഈ ഒരു ഫിസിക്കലി ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ജസ്റ്റ് +2 ക്വാളിഫിക്കേഷനും ഈ ഒരു ഹൈറ്റുമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഈ ഒരു തസ്തിക. ഇനി അതേപോലെ നമുക്ക് മൂന്നാമതായിട്ട് മറ്റൊരു തസ്തിക നോക്കാം. അതായത് കാറ്റഗറി നമ്പർ 743 സിവിൽ എക്സൈസ് ഓഫീസറാണ്. അതായത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി. ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ 14 ജില്ലകളിലും നിരവധി വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ ഡീറ്റെയിൽ നോക്കാം. സാലറി 25,900 മുതൽ 63,700 വരെ സാലറി ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്നുള്ള ഈ ഒരു തസ്തിക. ട്രെയിനിയാണ്. 14 ജില്ലകളും നിരവധി വേക്കൻസികളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഏജ് ലിമിറ്റ് 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 19 മുതൽ 31 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കാം. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ജസ്റ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് ദ
+2 എക്സാമിനേഷൻ ജസ്റ്റ് +2 അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതായത് +2 ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഫിസിക്കൽ ശ്രദ്ധിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതുപോലെ 81 സെൻറ്റിമീറ്റർ ജസ്റ്റ് വിഡ്ത്ത്. ഈ ഒരു കാറ്റഗറിയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട തസ്തിക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 2 കോമൺ ആയിട്ടുള്ള തസ്തികകൾ കൂടി പരിചയപ്പെടാം. അതായത് കാറ്റഗറി നമ്പർ 524 കാറ്റഗറി നോക്കാം. 524 കാറ്റഗറി ശ്രദ്ധിക്കുക, ഫോറസ്റ്റ് ഡ്രൈവറാണ്. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക എല്ലാ തസ്തികകളും അവസാന ഡേറ്റ് ശ്രദ്ധിക്കുന്നത് ജനുവരി 29 ഉള്ള കാര്യം കൂടി ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കുക. അപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവർ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? നോർമലി ഫോറസ്റ്റ് ഡ്രൈവർക്കും ഈ പറഞ്ഞ രീതിയിൽ തന്നെ സാലറി 26,500 മുതൽ 60,700 വരെയാണ്. ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഏജ് ലിമിറ്റ് 36 വരെ, 23 മുതൽ 36 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, SSLCയും അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ജസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ഡ്രൈവർ തസ്തിക കൂടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് ഒരു തസ്തിക കൂടി നോക്കാം. കാറ്റഗറി നമ്പർ 521 അതായത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. അത് ശ്രദ്ധിക്കണമെങ്കിൽ 14 ജില്ലകളിലും വേക്കൻസിയുള്ള വളരെ പ്രധാനപ്പെട്ട +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഇത്തരത്തിൽ ഒരുപാട് തസ്തികൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് സാലറി സ്കെയിൽ 27,900 മുതൽ 63,700 വരെയാണ്. 14 ജില്ലകളിലും നിരവധി വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഏജ് ലിമിറ്റ് നോക്കാം, അതായത് 18 മുതൽ 36 വരെയുള്ളവർക്ക്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ജസ്റ്റ് പാസിംഗ് +2. അതേപോലെ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം KGTയുടെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, അതേപോലെ തന്നെ KGTയുടെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, കൂടാതെ KGT ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ്, KGT മലയാളം ഷോർട്ട് ഹാൻഡ്. നോർമലി KGT വിളിക്കുന്ന ഈ ഒരു 4 ക്വാളിഫിക്കേഷൻ ജസ്റ്റ് KGT ലോവർ, മലയാളം ലോവർ, ഇംഗ്ലീഷ് ലോവർ, അതേപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ലോവർ, മലയാളം ഷോർട്ട് ഹാൻഡ് ലോവർ. ഈ ഒരു സർട്ടിഫിക്കറ്റുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യുവാനും വളരെ പെട്ടെന്ന് തന്നെ ഒരു തസ്തികയിലോട്ട്, ഗവൺമെൻറ് തസ്തികയിലോട്ട് എത്തുവാനും സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 5 തസ്തികകൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ജില്ലാടിസ്ഥാനത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾ നിലവിൽ SSLCയുടെ താഴെ യോഗ്യതയുള്ള പല തസ്തികകളും വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് തസ്തിക ഉൾപ്പെടെയുള്ള പല തസ്തികകളുമുണ്ട്. ഇനി കൂടാതെ ഡിഗ്രി ലെവലുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ലെവലുള്ള തസ്തികകൾ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു 5 തസ്തികയാണ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഓരോ ക്വാളിഫിക്കേഷൻ വെച്ചില്ല. കാരണം സയൻസ് മേഖല, പ്രത്യേകിച്ച് ഡിപ്ലോമ ഉൾപ്പെടെയുള്ള സയൻസ് മേഖലകളിൽ ഒരുപാട് തസ്തികകൾ, കാരണം ലാബ് അസിസ്റ്റൻറ്റ്, ലാബ് ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള പല തസ്തികകളും ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് ഉള്ള റിവ്യൂ കൂടി ഉദ്യോഗാർത്ഥികൾക്ക് കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ PSCയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ Sawad Racheri. Thank you for watching this video.